എല്ലാവർക്കും നല്ലത് മാത്രം എപ്പിസോഡിലേക്ക് സ്വാഗതം. പാണ്ടിക്കാട് കുഞ്ഞാന്റെ ലക്കി ഡ്രോയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കീറി മുറിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചെയ്ത മിസ്റ്റേക്കുകൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ലത് മാത്രം സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കുഞ്ഞാൻ പാണ്ടിക്കാടിൽ നിന്ന് നമ്മൾ കണ്ടെടുത്ത അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന കുറച്ച് നല്ല കാര്യങ്ങളാണ്. ഏതൊരു മനുഷ്യനായാലും അദ്ദേഹത്തിന്റെ നല്ല വശങ്ങൾ ഉണ്ടാകും. ആ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ ചർച്ച ചെയ്യുന്നത്. കുഞ്ഞാൻ പാണ്ടിക്കാടിനെ കുറിച്ച് പറയുമ്പോൾ വിവാദങ്ങളിലൂടെ യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ വീഡിയോസുകൾ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറയുന്നത്. അത് ഈ ഒരു യൂട്യൂബേഴ്സ് ചെയ്യുന്ന ഒരു പുതിയൊരു ട്രിക്കാണ് എന്നുള്ളതാണ്. അതായത് വീഡിയോസിന് റീച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പല വിവാദങ്ങളിലൂടെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും അതിലൂടെ ഒരുപാട് വ്യൂസ് കരസ്ഥമാക്കുന്ന ഒരു രീതിയാണ് കുഞ്ഞാൻ പാണ്ടിക്കാട് ചെയ്യുന്നത്. അതിൽ അദ്ദേഹം കൃത്യമായി വിജയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന ഒരു തന്ത്രം, ഒരു ഐഡിയ, അത് പ്രാക്ടിക്കൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് പലയിടത്തു നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, കുഞ്ഞാൻ പാണ്ടിക്കാടിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് എടുത്തു വെക്കാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് പ്രശ്നങ്ങൾക്കിടയിലും തളരാതെ അദ്ദേഹം എന്താണോ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണോ ഉള്ളത്, അതുമായിട്ട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മിൽപ്പെട്ട പലരും ചിലപ്പോൾ അത് സത്യമായിട്ടായിരിക്കും നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം. നമുക്കറിയാം നമ്മൾ ചെയ്യുന്നത് സത്യമാണ് എന്നുള്ളത്. എന്നാൽ നമ്മളെ ഉന്നം വെച്ച് അപ്പുറത്ത് നിൽക്കുന്ന, നമ്മളെ തകർക്കാൻ വേണ്ടി പരുന്തിന്റെ കണ്ണ് പോലെ ഏത് സമയത്തും നമ്മെ നിരീക്ഷിച്ച് നമ്മളൊരു ബിസിനസ്സോ മറ്റെന്തെങ്കിലും ഒക്കെ സമ്പ്രദായം തുടങ്ങുമ്പോൾ നമ്മളെ തകർക്കാൻ ആളുകൾ വരുമെന്നുള്ളതാണ്. ഉറങ്ങിക്കിടക്കുന്നവനെ ആർക്കും ആവശ്യമില്ല. അവനെ പിന്തുടരാനോ അവനെ കളിയാക്കാനോ അവന്റെ പദ്ധതികളെ തകർക്കാനോ ആരും മുന്നോട്ട് വരില്ല എന്നുള്ളതാണ്. കാരണം അവനൊന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യാതിരിക്കുന്നവനെ ബുദ്ധിമുട്ടിക്കാൻ ഈ ലോകത്ത് ആരും ഉണ്ടാകില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ആരും കളിയാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾക്കാർക്കും പണി തരുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ പുതുതായിട്ടൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫുകൾക്കിടയിൽ നല്ല ഉഷാറായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, പുതിയ പദ്ധതികളോ പുതിയ സമ്പ്രദായങ്ങളോ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളെ പിന്നോട്ട് വലിപ്പിക്കാൻ വേണ്ടി, അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങളെ പഴയ രീതിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി നിരന്തരം നിങ്ങളുടെ സുഹൃത്തുക്കളടക്കം നിങ്ങൾക്ക് പിന്നിലുണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ഈ കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ ഒരു വിഷയത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പല പ്രശ്നങ്ങളും, ഒരുപാട് വിവാദങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. ഈ ഒരു സെഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താതെ, അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിൽ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടിരിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു തലത്തിലൂടെ അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നല്ലത് മാത്രം എന്ന എപ്പിസോഡിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞാൻ പാണ്ടിക്കാടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം ഏത് വിഷയങ്ങളിലും തളരാതെ അദ്ദേഹത്തിന്റെ പദ്ധതികളുമായിട്ട് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. മറ്റൊരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. നിങ്ങൾ കോമന്റ് സെക്ഷനിൽ താഴെ ജസ്റ്റ് കോമന്റ് ചെയ്യുക. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത നല്ലത് മാത്രം എപ്പിസോഡിലൂടെ മറ്റൊരു വ്യക്തിയെ കുറിച്ച് നമുക്ക് പറയാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.